ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യർ നിരാശയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യകൾ അനുദിനം വർദ്ധിച്ചു വരുന്നു. പ്രഗത്ഭരായ അനേകർ നിരാശയുടെ പടുകുഴിയിൽ വീണ് ആത്മഹത്യ ചെയ്ത ചരിത്രം നമുക്കറിയാം. പ്രസിദ്ധനായ മഹാകവി ഇടപ്പള്ളി രാഘവപിള്ള എനിക്ക് പാട്ടുപാടുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എൻ്റെ മുരളി തകർന്നുപോയി എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ആത്മഹത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ് സംഭവിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് എപ്പോഴും മനുഷ്യർ ആകുലപ്പെടുന്നു. എന്തെല്ലാം അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമുക്ക് നൽകിയാലും ഇല്ലാത്തതിനെക്കുറിച്ച് ആകുലപ്പെടുന്നവരാണ് മിക്കവരും. ഒരിക്കലൊരു പുഴു ദൈവത്തോട് ചോദിച്ചു, എല്ലാവർക്കും എന്നെ കാണുമ്പോൾ അറപ്പും വെറുപ്പുമാണ്, എന്നെ എന്തിനാണ് ഇങ്ങനെ ഭംഗിയില്ലാതെ സൃഷ്ടിച്ചത്? ദൈവം മറുപടി പറഞ്ഞു, ഞാൻ നിനക്ക് ചിത്രശലഭമായി പറന്നു നടക്കുവാൻ മനോഹരമായ 2 ചിറകുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു മരംകൊത്തി ദൈവത്തോട് ചോദിച്ചു, എനിക്ക് എന്തിനാണ് ഭംഗിയില്ലാത്ത ഈ കൂർത്ത ചുണ്ടുകൾ? ദൈവം പറഞ്ഞു, അത് നിനക്ക് ഭക്ഷണമായി പുഴുക്കളെ തിന്നുവാനാണ്. അതുപോലെ തത്ത ദൈവത്തോട് ചോദിച്ചു, എന്തിനാണ് ഈ നേർത്ത ചുണ്ടുകൾ തന്നത്? ദൈവം മറുപടി പറഞ്ഞു, അത് നിനക്ക് പഴങ്ങൾ കഴിക്കുവാൻ ആണ്. ഇങ്ങനെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ദൈവം ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? മുറ്റത്ത് വളരുന്ന തെങ്ങിലെ നാളികേരത്തെ ദൈവം എത്ര കട്ടിയുള്ള ചകിരി കൊണ്ടും തൊണ്ടുകൊണ്ടും ആണ് പൊതിഞ്ഞിരിക്കുന്നത്. കാരണം അവ നിലത്ത് വീഴുമ്പോൾ നാളികേരം പൊട്ടി ഉപയോഗശൂന്യം ആകരുത് എന്ന് കരുതിയാണ്. അതുപോലെ എത്രയോ അതിശയകരമായാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ദിവസം 1,03,609 തവണ നമ്മുടെ ഹൃദയം ഇടിക്കുന്നു. 23,045 തവണ നാം ശ്വാസമെടുക്കുന്നു. ശരീരത്തിലെ കിഡ്നിയും 180 ലിറ്റർ രക്തം ശുദ്ധീകരിക്കുന്നു. 1,68,000 കിലോമീറ്റർ ദൂരം ഞരമ്പുകളിൽ കൂടി രക്തം ഒഴുകുന്നു. നമ്മുടെ തലച്ചോർ എത്ര ഭദ്രമായാണ് ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്. ലോകത്തിൽ എല്ലാ മനുഷ്യരുടെയും കണ്ണുകളും കരങ്ങളിലെ രേഖകൾ പോലും വ്യത്യസ്തം. അതുകൊണ്ടല്ലേ അവയെല്ലാം വ്യക്തികളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുവാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ദാവീദ് പറഞ്ഞ പോലെ എത്രയോ ഭയങ്കരവും അതിശയകരവും ആയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം ഇത്രയും മനോഹരമായി നമ്മെ സൃഷ്ടിച്ചുവെങ്കിൽ ദൈവം നമ്മെ മരണം വരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം നാം ജനിക്കും മുൻപേ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയുന്നു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളിൽ പറയുന്നു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ദൈവത്തിന് നമ്മെക്കുറിച്ച് നിശ്ചയമായും ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ദൈവം ചില പരീക്ഷകളും പ്രതിസന്ധികളും അനുവദിക്കുന്നു എങ്കിൽ അത് ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞ് അവയെ നാം സന്തോഷത്തോടെ സ്വീകരിക്കണം. സഹിക്കുവാനുള്ള കൃപ ദൈവം നൽകും. നമ്മെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയത് ഈ ദൈവകൃപയല്ലേ? ഈ ദൈവകൃപ നമ്മിൽ വ്യാപരിച്ചില്ലായിരുന്നെങ്കിൽ നാം ആരാകുമായിരുന്നു? മോശയിൽ ദൈവകൃപ ഇല്ലായിരുന്നുവെങ്കിൽ മോശ വെറും വിക്കനായി ജീവിക്കുമായിരുന്നു. പത്രോസിൽ ദൈവകൃപ ഇല്ലായിരുന്നുവെങ്കിൽ പത്രോസ് വെറും മുക്കുവനായി ജീവിക്കുമായിരുന്നു. ദാവീദ് വെറും ഇളയ ചെറുക്കൻ ആയി ജീവിക്കുമായിരുന്നു. എലീശ വെറും കാളക്കാരനും പൗലോസ് വലിയ കൊലയാളിയും ആകുമായിരുന്നു. ദൈവകൃപ പൗലോസിലേക്ക് വ്യാപരിച്ചപ്പോൾ എൻ്റെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണെന്നും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്നും പൗലോസ് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പതറാതെ നാം മുന്നോട്ട് പോകണം. കാരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെയാണ്. ജീവിതത്തിലെ സകല ആകുലതകളും ചിന്തകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ നമുക്ക് ബലം ലഭിക്കും. കാരണം അവൻ നമുക്കായി കരുതുന്നവൻ ആണ്. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. മനുഷ്യർ കണക്ക് പറഞ്ഞും അളന്നും കൊടുക്കും, എന്നാൽ നമ്മുടെ ദൈവമോ അതിരുകളും അളവുകളും ഇല്ലാതെ നൽകും. അതിനാൽ നമുക്ക്
ആത്മാവിനാൽ ശക്തിപ്പെടാം, ദൈവിക പദ്ധതികൾ തിരിച്ചറിയാം, സകലവും ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും.